ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അൺഡിവൈഡഡ് പ്രോപ്പർട്ടി ഷെയർ എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. നമ്മളൊരു അപ്പാർട്ട്മെന്റ് മേടിക്കുമ്പോഴത്തേക്കും ലെറ്റ്സ് നമ്മൾ മേടിക്കുന്ന ഒരു ബിൽഡറിന്റെ ടോട്ടൽ സ്പേസ് 5 ഏക്കറാന്ന് വിചാരിച്ചു, അവിടെ 500 അപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിന് ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയുന്നത് 1 സെന്റ് ആയിരിക്കും. കാരണം 5 ഏക്കറുണ്ട്, 500 പേരുണ്ട്, അങ്ങനെയാണെങ്കിൽ 1 സെന്റ് ആയിരിക്കും നിങ്ങളുടെ അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എഗ്രിമെൻറ്റിനകത്ത് വളരെ ക്ലിയർലി റിട്ടൺ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയുന്നത് 1 സെന്റ് ആണെങ്കിൽ ആ 1 സെന്റിൻ്റെ വില ലെറ്റ്സ് ഒരു കാക്കനാട് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു 10 ലക്ഷം രൂപയാണ് 1 സെന്റിൻ്റെ വില എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. 1 സെന്റ് എന്ന് പറയുന്നത് 430 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ 1 സെന്റിൻ്റെ സ്ക്വയർ ഫീറ്റ് 430 സ്ക്വയർ ഫീറ്റ്സ് ആണെങ്കിൽ 1 സ്ക്വയർ ഫീറ്റിന് നിങ്ങൾ എത്ര കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്താൽ, അതായത് 10 lakhs ഡിവൈഡഡ് ബൈ 430 ആയിരിക്കും നിങ്ങളുടെ പെർ സ്ക്വയർ ഫീറ്റ് അൺഡിവൈഡഡ് പ്രോപ്പർട്ടി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ബിൽഡറിനെ ചെയ്യുന്നത് മേടിക്കുമ്പോൾ അവർ പറയുന്നതും നിങ്ങളുടെ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അൺഡിവൈഡഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൻ്റെ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിൻ്റെ ബിലോ ആയിരിക്കണം നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഇത് ഡെമോളിഷ് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് ഈ ലാൻഡ് സെല്ല് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ പോലും നിങ്ങൾ വളരെ പ്രോഫിറ്റബിൾ ആയിരിക്കും.